സോ ഗീസ് നമ്മളാണെങ്കിൽ ഇന്ന് നമ്മുടെ ചെക്കൻ എൽസീനെ എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഗീസ് ഞാനാണെങ്കിൽ ഓൾറെഡി ഒരു മീറ്റപ്പ് വെച്ചിട്ടുണ്ട്, എല്ലാ കൂട്ടുകാരും വരട്ടെ. അതിന് മുമ്പ് ഗീസ് നമ്മുടെ വണ്ടിയിലാണെങ്കിൽ ഫുള്ളായിട്ട് ചെളിയൊക്കെയാണ്. ഞാനാണെങ്കിൽ അത് കഴുകാൻ കൊണ്ടുപോകുന്നതാണ് ഗീസ് വിചാരിക്കുന്നത്. എങ്ങനെയാണെന്ന് എനിക്കറിയത്തില്ല, ചിലപ്പോഴേ പോകത്തുള്ളൂ, ചിലപ്പോൾ പോകത്തില്ല. എന്തായാലും നമുക്ക് നോക്കാം അവരെപ്പോഴാണ് വരുന്നതെന്നൊക്കെ. എന്തായാലും ഓരോരുത്തർ കയറിക്കൊണ്ടിരിക്കുന്നേ ഉള്ളൂ. എന്തായാലും ഈ നല്ല രീതിക്ക് സ്മോക്കൊക്കെ സെറ്റ് ചെയ്തൊരു വണ്ടിയാണ്. നിങ്ങൾക്ക് എൻ്റെ ഈ ഒരു വണ്ടി ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്ന് മസ്റ്റേഡിന് താഴെ കമൻറ്റ് ചെയ്യാം. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ട ഇപ്പോൾ തന്നെ പോയിട്ട് ഒന്ന് ലൈക്ക് ചെയ്തിട്ട് താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്തിരിക്കുന്ന ബെല്ലൈക്കൺ ഓപ്ഷൻ സെറ്റ് ചെയ്യാനായിട്ട് ഒട്ടും മറക്കരുത്. എന്നെ ഇഷ്ടപ്പെടുന്ന എല്ലാ കൂട്ടുകാരും ഇപ്പോൾ തന്നെ ചെയ്യുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നമ്മൾ എങ്ങോട്ടെങ്കിലുമൊക്കെ പോകാനായിട്ട് പോവാണ്. ഞാൻ ആദ്യം വിചാരിച്ച നമ്മുടെ കാർ വാഷിൽ പോയിട്ട് കാറൊന്ന് കഴുകാമെന്നാണ്. എന്തായാലും എങ്ങനെയാണെന്ന് എനിക്കറിയത്തില്ല, നമുക്ക് അങ്ങോട്ട് തന്നെ പോവാം. കാർ വാഷിൻ്റെ അവിടെ വെച്ച് അവരെല്ലാവരും വിളിക്കുന്നതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ അല്ലെങ്കിൽ അവരാരും നമ്മുടെ അടുക്കലോട്ട് വരത്തില്ല. കാരണം ഈ ഒരു വണ്ടിയിൽ നമ്മുടെ ഐഡൻറ്റിറ്റി ഒന്നുമില്ല. അത് കാരണം അവർ നമ്മുടെ അടുക്കലോട്ട് വരാനും ചാൻസ് കുറവാണ്. എന്തായാലും നമുക്ക് നോക്കാം. നമുക്ക് ആദ്യം കാർ വാഷിൻ്റെ അങ്ങോട്ട് പോകാം. കാർ വാഷിൻ്റെ അങ്ങോട്ട് പോയിട്ട് എല്ലാവർക്കെല്ലാം അങ്ങോട്ട് വരാനായിട്ട് പറയാം. അതിൻ്റെ ഇടക്കാണ് ഒരു മഞ്ഞ വണ്ടിയും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. ആ പുള്ളിയാണെങ്കിൽ നമ്മുടെ കൂടെ വരുമോ ഇല്ലയോ എന്നൊന്നും എനിക്കറിയത്തില്ല. എന്തായാലും ഞാൻ വണ്ടി എടുത്തുകൊണ്ട് നേരെ പോകുന്നുണ്ട്. നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. ആ പുള്ളിയാണെങ്കിൽ നമ്മുടെ പുറകെയും കാര്യങ്ങളൊന്നും വരുന്നില്ല. അപ്പം ഞാൻ ഓർത്ത് ഇതെന്താ വരാത്തേന്ന്. അപ്പം ഞാൻ ഇവിടെ CW എന്നും പറഞ്ഞ് ഇടുന്നുണ്ട്. ഇടാനായിട്ട് പോകുന്നേ ഉള്ളൂ. അതാണെങ്കിൽ ആ മെസ്സേജ് പോയിട്ടില്ലായിരുന്നു, ഞാനത് ശ്രദ്ധിച്ചില്ല. പിന്നീടാണ് ഞാൻ ശ്രദ്ധിച്ചത്. ഞാനാണെങ്കിൽ CW ഒന്ന് സെർച്ച് ചെയ്തിട്ട് നേരെ കൊടുക്കാനായിട്ട് പറ്റിയില്ല. അപ്പം നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റി. ഞാനാണെങ്കിൽ ഇപ്പോൾ മെസ്സേജ് അയച്ചിട്ടുണ്ട്. അവരെല്ലാവരും ഇങ്ങോട്ട് വരുമായിരിക്കും, നമുക്ക് വെയിറ്റ് ചെയ്യാം. കാറ് കഴുകണമെന്ന് ഞാൻ വിചാരിച്ചതാണ്, പിന്നെ വിചാരിച്ചു വേണ്ടെന്ന്. അഴുക്കൊന്നും ഇല്ല ഇപ്പോഴും നിങ്ങൾ നോക്കുക, ക്ലീൻ ആയിട്ടുള്ളൊരു ചെക്കനാണ്. അതുപോലെ തന്നെ ഞാനാണെങ്കിൽ കഴിഞ്ഞ ദിവസം ഓഫ് റോഡ് ട്രിപ്പ് പോയപ്പോഴത്തേക്കും ഇത് ഫുൾ അഴുക്കായിരുന്നു. ഇപ്പോഴത്തേക്കും ഓക്കെ ആയി. അപ്പോൾ ഒരു പുള്ളിയാണെങ്കിൽ ഈ ഒരു വണ്ടി കൊണ്ടുവന്നിട്ടുണ്ട്. ഇത് BMൻ്റെ ഇതൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. ഇത് BM ഇങ്ങനെ ആക്കിയെടുത്തതാണോ എന്നും എനിക്കറിയത്തില്ല. എന്തായാലും ഒരു കിട്ടിലും പോലത്തെ സാധനം കൊള്ളാം. ഇച്ചിരി വെറൈറ്റി ആയിട്ട് ഈ ഒരു വണ്ടിയിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. ഞാൻ വേറെ ആരുടെയും കയ്യിൽ ഈ ഒരു വണ്ടി ഇങ്ങനെ കണ്ടിട്ടില്ല. എന്തായാലും അവിടെ പേരൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. പ്രണവോ അഭിനവോ അങ്ങനെ കണ്ടൊക്കെയാണ്. അഭിനവ് എന്നാണ് പേര്. അഭിനവ് എന്നാണ് പേരെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഞാനാണെങ്കിൽ അഭിനവ് ബ്രോയുടെ വണ്ടിയുടെ കാര്യമാണ് നിങ്ങൾക്ക് പറഞ്ഞത്. എന്തായാലും കിട്ടിലം പോലത്തെ ചെക്കനാണ്, നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. അത്യാവശ്യം വെറൈറ്റി ഒക്കെ ഉണ്ട്. അതുപോലെ തന്നെ ആ ഒരു മഞ്ഞ വണ്ടി നിങ്ങൾ കണ്ടു കാണും. എന്തായാലും ആ ഒരു ബ്രോയുടെ വണ്ടി വന്നിടാനായിട്ട് ഞാൻ വെയിറ്റ് ചെയ്യുവാണ്. നമുക്ക് നോക്കാം ആ ഒരു ബ്രോ കൊണ്ടിടുമോ ഇല്ലയോ എന്ന്. പിന്നെ നമ്മളിവിടുന്ന് എല്ലാവരെയും വിളിച്ചുകൊണ്ട് ബീച്ച് സൈഡിലേക്കാണ് പോകാനായിട്ട് പോകുന്നത്. ഇന്ന് നമ്മൾ ബീച്ച് കാണാനായിട്ട് പോവാണ്. നമ്മൾ കടപ്പുറത്ത് പോവുകയാണെങ്കിൽ നമ്മളെല്ലാവരുമായിട്ട്. എന്തായാലും എല്ലാവരും വരട്ടെ. വരുമ്പോഴത്തേക്കും നമുക്ക് കടപ്പുറത്തോട്ട് പോകാം. അപ്പോഴത്തേക്കും ഇടയ്ക്കാണെങ്കിൽ ഒരു ഫ്ലൈയിങ് സ്ക്വയറിൽ കയറ്റി കൊണ്ടുവന്ന് ഇട്ടിട്ടുണ്ട്. ഇപ്പോൾ ഒരു സിവിക്ക് ഇവിടെ ബാക്ക് ഇറക്കി ഇടുന്നുണ്ട്, നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. ഒരു റൂഫ് ബോക്സ് ഒക്കെ സെറ്റ് ചെയ്ത ഒരു കിടിലം പോലത്തെ സിവിക്കാണ്. അത് ഏത് ബ്രോഡയാണെന്ന് എനിക്കറിയത്തില്ല. എന്തായാലും ഞാനാണെങ്കിൽ കുറച്ച് പിക്ക് എടുക്കാൻ വേണ്ടിയാണ് നിന്നത്. അങ്ങനെ ഞാനാണെങ്കിൽ കുറച്ച് പിക്ചറും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. എന്തായാലും അത്യാവശ്യം പിക്ചറും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. ഇത് സെറ്റാവോ ഇല്ലയോ എന്നൊന്നും എനിക്കറിയത്തില്ല. അപ്പം ഞാൻ ഇങ്ങനെ വെച്ചപ്പോൾ ഇവിടെ നിന്ന് ഒരു ആംഗിൾ, നല്ല കിടിലം പോലത്തെ ഒരു ആംഗിൾ അപ്പം ഞാൻ വിചാരിച്ചു ഇവിടെ നിന്ന് അങ്ങോട്ട് എടുക്കാമെന്ന്. അങ്ങനെ ഞാനാണെങ്കിൽ ഇവിടെ നിന്ന് ഇങ്ങനെ പിക്ക് എടുത്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഞാനാണെങ്കിൽ ഇപ്പോൾ ഗെയിമിൽ കയറുമ്പോൾ പെട്ടെന്നാണ് ബാക്ക് പോകുന്നത്. കാരണം റൂം ഫുള്ളാകുന്ന കാരണം ആയിരിക്കാം. നിങ്ങൾക്ക് അങ്ങനത്തെ പ്രശ്നം ഉണ്ടോ എന്ന് ജസ്റ്റ് ആരെയും ഒന്ന് കമൻറ്റ് ചെയ്യാം. എന്തായാലും ഞാനാണെങ്കിൽ അങ്ങനെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. ഇനി എത്ര പേര് വരുമെന്നൊന്നും എനിക്കറിയത്തില്ല. അങ്ങനെ നമ്മൾ ബീച്ച് സൈഡിലേക്കാണ് പോകാനായിട്ട് പോകുന്നത്. ഞാൻ ആദ്യമേ നിങ്ങൾക്ക് പറഞ്ഞൊരു കാര്യമാണ്. അതുപോലെ തന്നെ റൊണാൾഡോയുടെ ഒരു പിക്ചറൊക്കെ വെച്ച ഒരു കാർ ബ്രോ സൈഡിൽ കൊണ്ടുവന്നിട്ടിട്ടുണ്ട്. പിന്നെ കേരള ഡിസൈനിലെ ഒരു സിവിക്ക് ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്, നിങ്ങൾക്ക് കണ്ടു കാണും. ഈ സൈഡിലായിട്ട് ആ ഒരു സിവിക്ക് കിടപ്പുണ്ട്. ഞാനാണെങ്കിൽ ഈ കാറിൻ്റെ അടുക്കൽ പോയിട്ട് ഈ ലോക്ക് ഓപ്പൺ ചെയ്യുമോ എന്ന് നോക്കിയതാണ്. സാധാരണ ഞാൻ വന്ന് നിൽക്കുമ്പം ഫോളോവേഴ്സ് ആണെങ്കിൽ വന്ന് ജസ്റ്റ് ഒന്ന് ലോക്ക് മാറ്റിത്തരും. ഞാൻ കുറേ നേരം അതിൻ്റെ അടുക്കൽ ഒന്ന് നിൽക്കുന്നുണ്ട്. മെസ്സേജ് അയക്കാനായിട്ട് പറ്റത്തില്ല. മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കും അലമ്പാവും. വീഡിയോ കാണാൻ ആയിട്ടുള്ളൊരു ഇൻട്രസ്റ്റ് നിങ്ങൾക്ക് തോന്നത്തില്ല. കാരണം കീബോർഡ് എടുത്ത് ടൈപ്പ് ചെയ്യുമ്പോൾ അതൊക്കെ പോസ്റ്റാണ്. ആവശ്യമുള്ള സമയത്തൊക്കെ ടൈപ്പ് ചെയ്യുന്ന കാരണം കുഴപ്പമില്ല. ഈ ലോക്ക് മാറ്റാനാണെങ്കിൽ നമ്മൾ ടൈപ്പ് ചെയ്യുകയാണെങ്കിൽ കുറേ നേരം വെച്ചുകൊണ്ടിരിക്കണം. അത് കാരണമാണ് ഞാൻ ടൈപ്പ് ചെയ്യാത്തത്. മാക്സിമം ഞാൻ ടൈപ്പ് ചെയ്യുന്നത് ഇതിൻ്റെ അകത്തുനിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. എന്തായാലും എല്ലാ കൂട്ടുകാരും ഇപ്പോൾ വണ്ടികളും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു ബ്രോ ആണെങ്കിൽ നമ്മുടെ റൊണാൾഡോയുടെ പിക്ചറുള്ള ഒരു വണ്ടി കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ആ ഒരു വണ്ടിയുടെ പേര് എനിക്കറിയത്തില്ല. അതുപോലെ തന്നെ ഒരു ബ്രോ ആണെങ്കിൽ റുബിക്കോൺ കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ ഒരു BM കൊണ്ടുവന്നിട്ടുണ്ട്. എന്തായാലും നമ്മുടെ ചെക്കനെ എടുത്തുകൊണ്ട് നേരെ നമ്മൾ ആ ഒരു സൈഡിലേക്ക് പോവുകയാണ്. ഞാൻ നിങ്ങൾക്ക് പറഞ്ഞതാണ്, നമ്മൾ നേരെ ആ ഒരു ബോട്ടൊക്കെ കിടക്കുന്ന സ്ഥലത്തേക്ക് പോവുകയാണ്. നമ്മൾ കുറേ നാളായി നമ്മൾ ഫോളോവേഴ്സുമായിട്ട് അങ്ങോട്ട് പോയിട്ട്. എന്തായാലും നമുക്ക് കണ്ടു നോക്കാം.
അതുപോലെ തന്നെ ഞാൻ മെയിനായിട്ട് നിങ്ങൾക്ക് പറഞ്ഞൊരു കാര്യമാണ്, ID നമ്മുടെ ബയോയിൽ തന്നെ ഉണ്ട്, എൻ്റെ CPM ID. ഞാൻ ഏകദേശം വൈകിട്ടൊക്കെ ആകുമ്പോഴായിരിക്കും ഗൈസ് റൂം ഇടുന്നത്. പിന്നെ നിങ്ങൾക്ക് അതിനെക്കാട്ടും കൂടുതൽ ഇതൊക്കെ അറിയണമെങ്കിൽ നിങ്ങൾ മസ്റ്റായിട്ട് നമ്മുടെ ഇൻസ്റ്റ ഫോളോ ചെയ്യണം. ഇൻസ്റ്റ ID നമ്മുടെ ബയോയിൽ തന്നെ ഉണ്ട്. ഞാനാണെങ്കിൽ വണ്ടി ഓടിക്കുമ്പോൾ ഗൈസ് ഇങ്ങനെ പാളി പോകുന്നു. എന്തായാലും നമുക്ക് പോകേണ്ടത് അപ്പുറത്തോട്ടാണ്. ഇവിടെ ആണെങ്കിൽ KL ബോയ് എവിടെയെന്ന് പറഞ്ഞ് മെസ്സേജൊക്കെ അയക്കുന്നുണ്ട്. കാരണം എന്നെ ആർക്കും കണ്ടുപിടിക്കാനായിട്ട് പറ്റത്തില്ല ഗൈസ്. നമ്മുടെ വണ്ടി ഇതായത് കാരണം പെട്ടെന്ന് ആരും അറിയത്തൊന്നുമില്ല. അങ്ങനെ ഞാൻ നേരെ ഓടിച്ചുകൊണ്ടിരിക്കുന്നത്. ഇടയ്ക്ക് ലാഗൊക്കെ അടിക്കുന്നുണ്ട്, നിങ്ങൾക്കും കാണാനായിട്ട് പറ്റും. അത്യാവശ്യം നല്ല രീതിക്കാണ് നമുക്ക് ലാഗ് അടിച്ചുകൊണ്ടിരിക്കുന്നത്. അത് വേറൊന്നും കൊണ്ടിട്ടല്ല, റൂം ഫുള്ളാകുന്ന കാരണമാണ്. പെട്ടെന്നാണ് ഈ റൂം ഫുള്ളാകുന്നത്. അതുപോലെ തന്നെ ഞാൻ ബാക്ക് പോവും പിന്നെയും കയറും അങ്ങനെ ആയിരുന്നു. അങ്ങനെ ഞാൻ വിചാരിച്ചു ഇവിടെ വന്നിട്ട് നമ്മുടെ വണ്ടി ഗൈസ് നമുക്ക് മാറ്റണം. കാരണം ഈ ഒരു വണ്ടി കൊണ്ട് നമ്മൾ ആരാണെന്ന് ഇവർക്ക് ആർക്കും തിരിച്ചറിയുന്നില്ല. കാരണം നമ്മൾ ഇടയ്ക്ക് വെച്ച് മുങ്ങിയാലും ഇവരാരും അറിയത്തില്ല. അപ്പം നമ്മുടെ വണ്ടി നമ്മൾ നൈസായിട്ടൊന്ന് മാറ്റുവാണ്. അങ്ങനെ നമ്മളാണെങ്കിൽ ഈ ഒരു ചെക്കനെ എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. ഇതിൻ്റെ ഫ്രണ്ട് ഗ്ലാസ്സിലാണെങ്കിൽ എൻ്റെ പേരും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ചാണ് KL ബോയ് എന്ന് പറഞ്ഞ പേരും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. എന്തായാലും നമ്മുടെ വണ്ടി നമ്മൾ ജസ്റ്റ് ഒന്ന് കയറ്റിയിടാനായിട്ട് പോവാണ്. അപ്പോൾ വേറൊരു ബ്രോ ആണെങ്കിൽ ഒരു സിവിക്കയും കൊണ്ടുവന്നിട്ടുണ്ട്. ഞാനാണെങ്കിൽ ഏറ്റവും അറ്റം കൊണ്ടുപോയിട്ട് വണ്ടി ഇടാമെന്ന് പറഞ്ഞാണ് ഈ നിൽക്കുന്നത്. എന്തായാലും നമുക്ക് നോക്കാം. അവരെല്ലാം വരണം, വന്നാലേ ഒരു രസം കാണത്തുള്ളൂ. അവരെല്ലാം വരുവാണെങ്കിൽ കിടിലമായിരിക്കും. അങ്ങനെ ഞാനാണെങ്കിൽ നൈസായിട്ട് ഇവിടെ വന്ന് നിൽക്കുവാണ്. നിങ്ങൾക്ക് എല്ലാ കൂട്ടുകാർക്കും കാണാനായിട്ട് പറ്റും. അതുപോലെ തന്നെ ആ ബ്രോയാണ് സിവിക്കയും കൊണ്ടുവന്ന് കൂടെയും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട്. ആ ബ്രോ സെറ്റാക്കി ഇട്ടുകൊണ്ടിരിക്കുകയാണ്. ആദ്യം ബാക്കോട്ട് ഇറക്കി പിന്നെ ഇടും അങ്ങനെ സെറ്റാക്കി ഇട്ടുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും ആ ഒരു ബ്രോ ഇട്ട് കഴിഞ്ഞ് ഞാൻ കുറച്ച് പിക്ക് എടുക്കാമെന്നൊക്കെ വിചാരിച്ചാണ് ഗീസ്. എന്തായാലും നമുക്ക് നോക്കാം. പുള്ളിക്കാരനാണെങ്കിൽ ബാക്ക് ഇറക്കും ഫ്രണ്ടോട്ട് കയറ്റും, പിന്നെയും ബാക്ക് ഇറക്കും ഫ്രണ്ടോട്ട് കയറ്റും. അങ്ങനെയാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും പുള്ളിയാണ് ഇറങ്ങിയിട്ടുണ്ട്. കറക്റ്റ് എൻ്റെ അപരനാണ് ഗീസ്. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ നിങ്ങളിലേക്ക് പറഞ്ഞൊരു കാര്യമാണ്, സെയിം ഡ്രസ്സാണ് ഇവരെല്ലാവരും എൻ്റെ ഇട്ടുകൊണ്ട് വരുന്നത്. ഞാനാണെങ്കിൽ ഒരു ബ്രോ ആണെങ്കിൽ എനിക്ക് മെസ്സേജ്, അപ്പോൾ ഞാൻ എന്തോന്ന് പറഞ്ഞ് അയച്ചത്, ഞാൻ വിളി കേൾക്കുന്നത് അങ്ങനെയാണ്, നിങ്ങൾ എങ്ങനെയാണ് വിളി കേൾക്കുന്നതെന്ന് ജസ്റ്റ് ആരെയും ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോഴത്തേക്കും ആ ബ്രോ ആണെങ്കിൽ നമ്മുടെ അടുത്ത് വന്ന് നിൽക്കുന്നുണ്ട്. ഈ കുറേ നേരമായിട്ട് പുള്ളിയാണെങ്കിൽ നമ്മുടെ അടുക്കെ വന്ന് നിൽക്കും, പിന്നെ അങ്ങോട്ട് പോകും. ആദ്യമൊക്കെ അങ്ങനെ ആയിരുന്നു. എല്ലാവരും വരുന്നതേ ഉള്ളൂ. നമുക്കാണെങ്കിൽ കുറച്ച് നേരം കൂടെ വെയിറ്റ് ചെയ്യണം. അവരെല്ലാം കൂടെ എവിടെയെങ്കിലും കൂട്ടം കണ്ട് അങ്ങോട്ട് പോയി നിൽക്കും ഗൈസ്. അല്ലാതെ ഞാനുണ്ടോ ഇല്ലയോ എന്നൊന്നും അവർ നോക്കത്തില്ല. എന്തായാലും അങ്ങനെ അവർ അവിടെ പോയി നിൽക്കുകയാണ്. അപ്പോഴത്തേക്കും ഞാൻ മെസ്സേജ് അയക്കുവാണ്, ബോട്ടൊക്കെ ഉള്ള സ്ഥലത്തുണ്ടെന്ന്. ഈ ഒരു ബോട്ട് ഏട്ടി എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാം. ബീച്ച് സൈഡ് പോലുണ്ട്. കൊള്ളാം ഗീസ്, ഒരു നല്ല രസമാണ് ഇവിടെ കാണാൻ വേണ്ടിയിട്ട്. നിങ്ങൾക്ക് തന്നെ കാണാനായിട്ട് പറ്റും. അതുപോലെ തന്നെ ഞാനാണെങ്കിൽ ഞങ്ങൾ രണ്ടുപേരുടെയും കൂടെ പിക്ക് എടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഗീസ് ഞാനാണെങ്കിൽ നൈസായിട്ട് ഒരു പിക്കും കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ട്. എനിക്ക് ഈ പിക്ക് എടുക്കുന്ന പ്രാന്തുള്ളതാണ്. അത് കാരണം ഞാൻ ചുമ്മാ കയറി പിക്ക് എടുക്കും. നിങ്ങൾക്ക് പോസ്റ്റില്ലെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോഴത്തേക്കും ഗീസ് അവിടെ ആയിട്ട് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. ഞാൻ ചാകാൻ പോകാൻ വച്ചു എന്ന് പറഞ്ഞ് ജസ്റ്റ് ഇവിടെ പുള്ളിയാണ് മെസ്സേജ് അയച്ചിട്ടുണ്ട്, മരിക്കാനായിട്ട് പോകാമെന്ന് പറഞ്ഞ്. പുള്ളി വെള്ളത്തിലോട്ട് എടുത്ത് ചാടി. അതേപോലെ തന്നെ കാറിൻ്റെ മൂട്ടി വന്നിട്ടുണ്ട്. അപ്പുറയും ചാടി, പിന്നെയും പുള്ളി കാറിൻ്റെ മൂട്ടിലോട്ട് വന്നിട്ടുണ്ട്. ഈ ഒരു വെള്ളത്തിൽ ചാടിക്കഴിഞ്ഞാൽ മരിക്കത്തില്ലെന്ന് പുള്ളിക്കറിയാം. അപ്പോഴത്തേക്കും പുള്ളിയാണെങ്കിൽ നമ്മുടെ വണ്ടിയുടെ സൈഡിൽ തന്നെ വന്ന് നിൽപ്പുണ്ട്. ഇനി എന്താ പറയാൻ പോകുന്നതെന്ന് എനിക്കറിയത്തില്ല. അല്ലെ പിന്നെ മരിക്കാന്നൊക്കെ പറഞ്ഞ് പുള്ളി ആണെങ്കിൽ ഭയങ്കര ഡയലോഗ്. എന്തോ ഒരു മനുഷ്യനാണ് ഗീസ്. പുള്ളി ഭയങ്കര കോമഡിയാണ്. പുള്ളിയാണെങ്കിൽ സെയിം എൻ്റെ ഡ്രസ്സാണ് ഗീസ് ഇട്ടിരിക്കുന്നത്. അത് നിങ്ങൾ ശ്രദ്ധിച്ചാണ്. കുറേ പേരുണ്ട്, ഈ പുള്ളി മാത്രമല്ല ഗീസ്, ഇഷ്ടം പോലെ പേരുണ്ട് എൻ്റെ ഡ്രസ്സ് ഇട്ടിരിക്കുന്ന. അങ്ങനെ കുറേ കഴിഞ്ഞപ്പോഴത്തേക്കും ഇഷ്ടം പോലെ പേര് വന്നിട്ടുണ്ട്. അപ്പോൾ ഗീസ് ഇത്രയും പേര് വന്നാലുള്ള കാര്യം എനിക്കാണെങ്കിൽ ഒടുക്കത്തിലാകാണ്. നിങ്ങൾക്ക് തന്നെ കാണാനായിട്ട് പറ്റും, സ്ക്രീനൊക്കെ സ്റ്റക്കായാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അത്രയും പേര് വന്ന കാരണമാണ് ഗീസ് റൂം ഫുള്ളായാണ് പോകുന്നത്. എല്ലാവരും നമ്മുടെ കൂടെ കളിക്കാനായിട്ട് വരും. പിന്നെ ഞാൻ വിചാരിച്ചു ഇവിടുന്ന് എങ്ങനെയെങ്കിലും സ്കൂട്ടാണോ അല്ലെങ്കിൽ പണി നടക്കത്തില്ലെന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മുടെ വണ്ടി എടുത്തുകൊണ്ട് പോകാനാണെങ്കിൽ അതിനും പറ്റുന്നില്ല. ഈ ബ്രോ ആണെങ്കിൽ വണ്ടിയും മാറ്റുന്നില്ല. റിവേഴ്സ് ഇട്ടുകൊണ്ടാണ് ഈ ഒരു ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് നിങ്ങൾ ആലോചിക്കണം. റിവേഴ്സിലാണ് കിടക്കുന്നതെന്ന് ഞാൻ പറഞ്ഞു. അതുപോലെ തന്നെ ഹാൻഡ് ബ്രേക്കും ഇട്ടിട്ടുണ്ടായിരുന്നു. ഇത് രണ്ടും മാറ്റിയില്ല ഞാൻ. പിന്നെ ഞാൻ ഡ്രൈവ് ആക്കിയിട്ട് ഹാൻഡ് ബ്രേക്ക് മാറ്റിയിട്ടുണ്ട്. എന്നിട്ട് ഓടിക്കാൻ നോക്കിയിട്ട് പറ്റുന്നില്ല. ലാസ്റ്റ് 2 സൈ ഇട്ടിട്ട് നമ്മുടെ വണ്ടി നമ്മൾ ഇവിടെ ഇട്ടിട്ട് പോകാനായിട്ട് പോവാണ്. ഇതേ ഉള്ളൂ ഈ വഴി, വേറെ ഒരു വഴിയുമില്ല. ഇവിടുന്ന് രക്ഷപ്പെടാനായിട്ട് അതേ ഉള്ളൂ വഴി. എല്ലാവരും വന്ന് വണ്ടിയൊക്കെ ഓടിച്ച് ഇങ്ങോട്ട് കയറ്റുന്നുണ്ട്. എല്ലാവരും ഇഷ്ടം പോലെ പേരുണ്ടായിരുന്നു. കുറേ പേര് ഇങ്ങോട്ട് വരാനും ഉണ്ട്. ഇതുവരെ വരാത്ത കുറേ പേരുണ്ട് ഗീസ്. അവരാണെങ്കിൽ ഇങ്ങോട്ട് വരും എന്തായാലും കുറച്ച് കഴിയുമ്പോഴത്തേക്കും. അതിനു മുന്നേ തന്നെ നമ്മൾ ബാക്കായും പോകും, അത് വേറെ കാര്യം. ഇത്രയും പേരായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആകായി നമ്മൾ തന്നെ ബാക്കായി പോകും. അങ്ങനെ ഞാനാണെങ്കിൽ എങ്ങനെയൊക്കെയോ സൈഡിൽ കൂടെ വന്നപ്പോൾ ഇവിടെ ആയിട്ട് ഒരു ബ്രോ ഒരു സിവിക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു വൈറ്റ് വണ്ടി നിങ്ങൾ ശ്രദ്ധിച്ചാണ്. ഇത് മസ്താങ് ആണോ ഗീസ്? എനിക്കറിയത്തില്ല. മസ്താങ് ആണെന്നാണ് തോന്നുന്നത്. അല്ല ഗീസ്, മസ്താങ് ആണ്. അല്ല ഗീസ്, എന്തായാലും നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. എനിക്കത് കറക്റ്റായിട്ട് അറിയത്തില്ല.
അപ്പോഴത്തേക്കും വേറൊരു ബ്രോ ആണെങ്കിൽ വണ്ടിയും കൊണ്ട് അങ്ങോട്ട് പോകുന്നുണ്ട്. നമ്മൾ കണ്ടില്ലെന്നാണ് തോന്നുന്നത്. നൈസായിട്ട് ഇവിടുന്ന് സ്കൂട്ട് അയക്കാം, അല്ലെങ്കിൽ ലാഗ് വരും കേസ്, ഒടുക്കത്തെ ലാഗാണ്. ഇപ്പം നമുക്കാണെങ്കിൽ ഇവരെ എല്ലാം കൂടെ ഒരു സൈഡിലേക്ക് വിളിക്കണം. അപ്പോഴത്തേക്കും ഒരു ബ്രോ ആണെങ്കിൽ നമ്മുടെ സിവിക്കയും കൊണ്ട് വന്നിട്ടുണ്ട്. ഈ ഒരു സിവിക്ക് ഓടിക്കാൻ കിട്ടുമായിരുന്നെങ്കിൽ നമുക്ക് നേരെ ഓടിച്ചുകൊണ്ട് ഇവിടുന്ന് വിടായിരുന്നു. പുള്ളിയാണെങ്കിൽ കാറിൽ കയറി ഇരിക്കുവാണ്, പക്ഷേ പുള്ളിയുടെ കാറ് ലോക്കാണ്. അതാണ് മെയിൻ വിഷയം. പുള്ളി ലോക്ക് മാറ്റിയിരുന്നെങ്കിൽ നമുക്ക് കയറി ഇരിക്കാമായിരുന്നു. പിന്നെ ഞാൻ കുറേ നേരമായിട്ട് ലോക്ക് മാറ്റുമെന്ന് പറഞ്ഞ് പ്രതീക്ഷിച്ച് ഇങ്ങനെ ഇരിക്കുവാണ്. പക്ഷേ ഈ പുള്ളിയാണെങ്കിൽ മാറ്റുന്നുമില്ല. ഞാനാണെങ്കിൽ ഇങ്ങനെ നോക്കിയിരിക്കുകയാണ്, ആശിച്ചിരുന്നതാണ്, പക്ഷേ കിട്ടിയില്ല. ലാസ്റ്റായിട്ട് ഞാൻ മെസ്സേജ് അയക്കാനായിട്ട് പോവുകയാണെങ്കിൽ അതേ ഉള്ളൂ വഴി. പിന്നെ ഞാൻ വിചാരിച്ചു നിങ്ങൾക്ക് ഈ വണ്ടികളെല്ലാം ഒന്ന് കാണിച്ചു തരാം. നമ്മുടെ ചെക്കൻ അവിടെ കിടപ്പുണ്ട്, അതുപോലെ തന്നെ ഒരു BM ഉണ്ട്, പിന്നെ നമ്മുടെ കൊമ്പൻ ബസ് കിടപ്പുണ്ട്. നിങ്ങളെല്ലാം ജസ്റ്റ് ഒന്ന് കണ്ടു. അതുപോലെ തന്നെ ഇവിടെ ആയിട്ടൊരു BM കിടക്കുന്നുണ്ടോ? ഈ ഒരു BM എനിക്ക് ഇഷ്ടപ്പെട്ടു ഗീസ്. നിങ്ങൾക്ക് ഈ ഒരു BM ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്ന് മസ്റ്റായിട്ട് താഴെ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ സൈഡിലായിട്ട് വേറൊരു BM ഉണ്ട്, പിന്നെ ഡോഡ്ജ് കിടപ്പുണ്ട്, പിന്നെ വേറൊരു BM ഉണ്ട്. ഇത് ഹോണ്ട സിവിക്കയാണ്. ഈ സിവിക്കയും കിടപ്പുണ്ട്. എന്തായാലും അത്യാവശ്യം എല്ലാ വണ്ടികളും വന്നിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് നേരെ തിരിച്ചു പോകാൻ കേസ് നമ്മൾ ആദ്യം പറഞ്ഞ സ്ഥലത്തേക്ക് നമ്മൾ വിടാനായിട്ട് പോവുകയാണ്. എന്തായാലും നിങ്ങൾക്ക് വീഡിയോ വളരെയധികം ലെങ്ത് ആയെന്ന് എനിക്കറിയാം. ജസ്റ്റ് നിങ്ങൾക്ക് പോസ്റ്റ് അടിക്കുന്നുണ്ടെന്ന് എനിക്ക് അറിയാം. മാക്സിമം നിങ്ങൾ നെക്സ്റ്റ് മീറ്റപ്പിൽ വരാനായിട്ട് ശ്രമിക്കുക. എന്തായാലും നാളെ തന്നെ നമ്മൾ ഒരു മീറ്റപ്പ് കൂടെ വെക്കുന്നതായിരിക്കും. അപ്പോൾ ഈസ് ലവ് യു ഓൾ ആൻഡ് ടേക്ക് കെയർ.